സുജാതൻ മറ്റേ ഇന്ത്യയിൽ മോദിയുടെ നേതൃത്വത്തിൽ തന്നെ വേറൊരു സർക്കാർ BJP സർക്കാർ വരുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഈ സർക്കാർ എന്തൊക്കെ ചെയ്യണമെന്നാണ് സുജാതൻ ആഗ്രഹിക്കുന്നത്? മോഡി സർക്കാർ ആദ്യമായി പരിഗണിക്കേണ്ട ഒരു വിഷയം, അവർ പല കാലങ്ങളായി മാനിഫെസ്റ്റോയിലൂടെയും ഒക്കെ പുറത്തു പറയുകയും ജനങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണർത്തുകയും ചെയ്ത ഒരാശയമാണ് കോമൺ സിവിൽ കോഡ്. ഇന്ത്യയിൽ ക്രിമിനൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന തരത്തിൽ നിലവിലുള്ളപ്പോൾ സിവിൽ നിയമത്തിലും ഒരു പൊതു സ്വഭാവം വേണം. അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പരിഷ്കൃത മനസ്സും സമൂഹവും വളർന്നു വരും. അതുകൊണ്ട് കോമൺ സിവിൽ കോഡ് ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. എൻ്റെ പരിഗണനയിൽ ഈ മോഡി ഗവൺമെൻറ് ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നതാണ്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇന്ത്യയിൽ ഒരു ലോകോത്തര സർവകലാശാല ഉണ്ടാകണം. ഇപ്പോൾ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് എന്നൊക്കെ പറയുന്ന പോലെ, ഹാർവാർഡ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ നിലവാരത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഉപരിപഠനവും ഗവേഷണവും തേടി വരുന്ന യുവാക്കൾ എന്നും ആകർഷിക്കപ്പെടുന്ന ഒരു സർവകലാശാല ഇന്ത്യയിൽ ഉണ്ടാകണം. ആ സർവകലാശാലയുടെ ആസ്ഥാനം കേരളത്തിലാകുന്നതിനോട് ഒരു സ്വാർത്ഥ മോഹവും എനിക്കുണ്ട്. കൊള്ളാം. എനിക്കൊരാഗ്രഹമുള്ളത്, ഈ മോദി ഇത്തവണത്തെ പ്രചാരണത്തിലുടനീളം പറഞ്ഞിരുന്നൊരു കാര്യം, ഈ ഭരണഘടനയിൽ മതസംവരണം കണക്കാക്കിയിട്ടില്ല. അതിനെതിരായിരുന്നു അംബേദ്കർ. അത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അക്കാലത്ത് നടന്നിട്ടുള്ള ധാരാളം ചർച്ചകളിൽ നിന്നും വ്യക്തമാണ്. കാരണം ഈ മൈനോറിറ്റീസ് എന്നുള്ളൊരു ഭാഗം അതിൻ്റെ അകത്ത് ചേർക്കുന്നതിനെ പറ്റി ചർച്ച നടന്നപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അംബേദ്കർ തന്നെ എതിർത്തിട്ട് അത് വേണ്ട, പിന്നാക്കക്കാർ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന് ചേർക്കണം എന്ന് പറഞ്ഞിരുന്നു. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാണ് ആദ്യം വന്നത്. പിൽക്കാലത്താണ് അത് ഭേദഗതി വഴി SC ST എന്നൊക്കെ ചേർക്കുന്നത്. പക്ഷെ പിന്നാക്കക്കാർ മതി എന്നാണ് അംബേദ്കർ പറഞ്ഞിരുന്നത്. എല്ലാ വിഭാഗത്തിലും പിന്നാക്കക്കാരുണ്ടാവും എന്ന് മാത്രമല്ല, ആ പിന്നാക്കക്കാർ ആരാണെന്ന് സംസ്ഥാനങ്ങൾ തീരുമാനിച്ചോട്ടെ എന്നാണ് അദ്ദേഹം ചർച്ചകളിൽ പറഞ്ഞിരുന്നത്. പക്ഷെ മോദി ഇത്തവണ പ്രചാരണങ്ങളിൽ ഒരു കാര്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരുകളൊക്കെ ഈ OBC സംവരണത്തിൽ കൈയിട്ട് വാരിയിട്ട് OBC സംവരണം കുറച്ചിട്ട് മുസ്ലിങ്ങൾക്ക് 4%, 5%, പിന്നെ രംഗനാഥ റെഡ്ഡി കമ്മീഷൻ, പിന്നെ സച്ചാർ കമ്മീഷൻ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അത് പിന്നെയും കൂട്ടിയെടുക്കാനുള്ള ശ്രമമൊക്കെ 10 മുതൽ 12% വരെ മുസ്ലിം സംവരണമൊക്കെ ശുപാർശയൊക്കെ ചെയ്തിട്ടുള്ള കമ്മീഷനുകളൊക്കെയാണിത്. അപ്പോൾ അങ്ങനെ ചെയ്യും എന്നുള്ളൊരു കോൺഗ്രസ് സർക്കാരുകൾ വന്നാൽ ഇനിയും ഈ OBCകളുടെ ഇത് പിടിച്ചുറക്കും. കാരണം കോൺഗ്രസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷ പ്രീണനം ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോദി അത് അങ്ങനെ നടന്നോട്ടെ, പക്ഷെ OBCകൾക്ക് ചിലത് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താനാണ് ഇത് എല്ലാ പ്രചാരണത്തിലും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഉത്തർപ്രദേശ് പോലൊരു സ്ഥലത്ത് ആ OBCകളുടെ ഒക്കെ വോട്ട് പ്രധാനമാണല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ഈ കർണാടക, കേരള, ആന്ധ്ര, ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ഈ നടപ്പാക്കിയിരിക്കുന്ന ഈ മതസംവരണം അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച ഒരു ഭരണഘടനാ ഭേദഗതി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊരു നിയമനിർമ്മാണം തന്നെ നടത്തിയത് അത്തരം നീക്കങ്ങൾ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ തടയേണ്ടതാണ്. ഇപ്പം കൽക്കട്ട ഹൈക്കോടതിൻ്റെ സുപ്രധാനമായ ഒരു വിധി വന്നു ഇതിനെതിരെ. അവിടെ OBC സംവരണം എന്ന് പറഞ്ഞു കൊടുത്തു. 2011 ശേഷം എല്ലാവർക്കും കടലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു, അത് മുഴുവൻ റദ്ദാക്കി. അതെ, അത് മുഴുവൻ മുസ്ലിം സംവരണമായിരുന്നു. പേര് OBC, പക്ഷേ റോഹിംഗ്യകൾക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സംവരണത്തെ ഇങ്ങനെ
പലതരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്യൂരിറ്റിയും സപ്പോർട്ടും തന്നെ തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും കാലാകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. അതിനൊരു ദേശീയ തലത്തിൽ തന്നെ ഒരു പൊതു സ്വഭാവം ഉണ്ടാക്കുകയും പ്രാദേശിക ഭേദങ്ങളെ അതാത് സ്റ്റേറ്റിൽ പരിഹരിക്കത്തക്ക തരത്തിൽ അതിനൊരു പൊതു നിയമം കൊണ്ടുവരാൻ മോഡി സർക്കാർ ഉത്സാഹിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അത് നന്നായിരിക്കും. പിന്നെ ഈ POKയെ സംബന്ധിച്ചിട്ട് എന്താണ് തോന്നുന്നത്? അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും. POK മാത്രമല്ല, ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ പലതും അന്യാധീനപ്പെട്ട് കിടക്കുന്നുണ്ട്. ചൈനയുടെ കയ്യിൽ കുറച്ച് ഇന്ത്യൻ ലാൻഡുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ പ്രദേശങ്ങൾ ഒക്കെ കാലക്രമത്തിൽ ഇന്ത്യയിൽ ലയിക്കുകയും ഒരു പഴയ നമ്മുടെ ആർഷഭാരതം, വിശാലമായ ആസേതു ഹിമാചലം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഒരു വലിയ സങ്കല്പരൂപമുണ്ടല്ലോ, അത് കൈവരിക്കാനുള്ള ഒരു നടപടിയുടെ ആരംഭമെങ്കിലും മോഡി സർക്കാർ ചുവട് വയ്ക്കേണ്ടതാണ്, ആരംഭം കുറിക്കേണ്ടതാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളുടെ ചുറ്റും കിടക്കുന്ന പിന്നീട് നമ്മളിൽ നിന്ന് പല കാലങ്ങളിൽ വിട്ടുപോയ പ്രദേശങ്ങൾ കാലക്രമത്തിൽ ഇന്ത്യയിൽ ചേരാൻ ഇപ്പോൾ തന്നെ ബലൂചിസ്ഥാനിലുള്ളവർ, പാകിസ്ഥാൻ്റെ മറ്റേ സൈഡിൽ കിടക്കുന്ന ബലൂചിസ്ഥാനിലുള്ളവർ ഇന്ത്യയിൽ ചേരാൻ അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. POKയിലുള്ളവരും ഇന്ത്യയിൽ അമാൽഗമേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഈ തരം പ്രദേശങ്ങളൊക്കെ ഇന്ത്യയിൽ കാലക്രമേണ ചേരാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിശാലമായ ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്നത് മോഡിയുടെ ഉള്ളിൽ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. ആ ലെവലിലേക്ക് കാര്യങ്ങളെ നീക്കാവുന്നതാണ്. അതുപോലെ ഈ ഇന്ത്യ ഒരു വൻശക്തി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. 2 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ജപ്പാൻ്റെയും ബ്രിട്ടൻ്റെയും ഒക്കെ മുകളിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 5 കൊല്ലത്തിനിടയ്ക്കുള്ള ഏറ്റവും വലിയ ഡിവിഡൻഡ് റിസർവ് ബാങ്ക് കൈമാറിയിരുന്നു. 2.11 ലക്ഷം കോടി കൊടുത്തിരുന്നു. അപ്പോൾ അത് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മോദി അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഉടനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനൊക്കെ വലിയ ഒരു ഇതാണ്. കഴിഞ്ഞ ദിവസം ഈ അമിതാഭ് കാന്ത് ഈ CIAയുടെ ഉച്ചകോടിയിൽ, ബിസിനസ് സമ്മിറ്റ് ഉച്ചകോടിയിൽ പറഞ്ഞിരുന്നു 2027 ജപ്പാനും ജർമ്മനിക്കും മേലായിരിക്കും ഇന്ത്യ എന്നൊക്കെ ഉള്ളത്. ഇത് IMFും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും എല്ലാവരുടെയും പ്രവചനത്തിലുമൊക്കെ വരുന്നതാണ്. അതിൻ്റെ അകത്ത് അമിതാഭ് കാന്ത് പറഞ്ഞൊരു സംഗതി, ഈ ഗ്രോത്ത് റേറ്റ് 2 അക്കത്തിൽ 12, 13, 14% ചൈനയൊക്കെ വളർന്നിരുന്നത് പോലെ അങ്ങനെ ഇന്ത്യ മൊത്തത്തിൽ 7% വളർച്ച നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങൾ ഈ 12%, 13%, 14% ഒക്കെ ഇൻഡിവിജ്വൽ വളർച്ച കൈവരിക്കത്തക്ക വിധത്തിൽ ഒരു 12, 13 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ എടുത്തിട്ട് ഒരു പ്രത്യേക പദ്ധതി, ഈ അതായത് 2047 ഇന്ത്യ വികസിത രാജ്യമാകാൻ വേണ്ടിയിട്ടാണ്, ഡെവലപ്ഡ് കൺട്രി, ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ള സ്റ്റാറ്റസ് മാറിയിട്ട് ഡെവലപ്ഡ് കൺട്രി. അങ്ങനെ ഒരു സംസ്ഥാനങ്ങൾക്കൊരു പ്രത്യേക പാക്കേജും ഒരു 10-12 സംസ്ഥാനങ്ങളുടെ ഒരു നിരയും വരികയാണെങ്കിൽ, അങ്ങനെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൽ കേരളം കൂടി ഉണ്ടാകണമെന്ന് സുജാതൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിന് കാരണങ്ങളുണ്ടോ? ഉണ്ട്. ഒന്ന്, ആധുനിക ചികിത്സാ പദ്ധതിയോടൊപ്പം തന്നെ നിൽക്കുന്ന ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമാണ് കേരളം. ഈ ആയുർവേദ ചികിത്സാ പദ്ധതിയെ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രത്യേകിച്ചും അലോപ്പതി ചികിത്സ ജന്മമെടുത്ത നാടുകളിൽ പോലും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഗവേഷണത്തിനും പഠനത്തിനും പ്രചരണത്തിനുമായി ഒരു ഗംഭീര പദ്ധതി തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കേരളത്തിലാണ് ആരംഭിക്കേണ്ടത്. കേരളത്തിൽ അതിന് ഇനിയും വായിക്കപ്പെടാത്ത താളിയോല ഗ്രന്ഥങ്ങളുണ്ട്. ഒരുപക്ഷെ ഭാവി കാലത്തും വരാവുന്ന പുതിയ അസുഖങ്ങൾക്ക് പോലും. അങ്ങനെയാണെങ്കിൽ ആയുർവേദം സംബന്ധിച്ചൊരു ആഗോള കേന്ദ്രം സ്ഥാപിക്കുകയും ടൂറിസ്റ്റുകൾ
കൂടിയൊക്കെ വരാവുന്ന വിധത്തിലുമൊക്കെ. അതെ അതെ, ടൂറിസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് വികസിക്കുന്നത്. കാരണം കേരളത്തിൽ വലിയ ഇൻഡസ്ട്രി ഒന്നും വരില്ല. വരാവുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടൂറിസവുമായി ബന്ധപ്പെട്ട സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. അപ്പോൾ അതിന് പറ്റുന്ന തരത്തിൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയും ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങൾ ഏകോപിപ്പിച്ച് വിപുലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നാടിൻ്റെ മൊത്തത്തിലുള്ള വികാസത്തെ വലിയ അളവിൽ സഹായിക്കും. അപ്പോൾ ഈ ആയുർവേദ സെൻറ്ററും അതിനെ ഗുണം ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു പിൽഗ്രിം ടൂറിസത്തിനൊരു ബൃഹത്തായ പദ്ധതി കൂടി കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയും. കാരണം ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ, അതെ, ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇപ്പോൾ അയോധ്യ, മധുര, വേളാങ്കണ്ണി, അങ്ങനെ മാത്രമല്ലാതെ ഇപ്പോൾ ശങ്കരാചാര്യർ സഞ്ചരിച്ച പാത, ആ പാത ഈ കാലടിയിൽ തുടങ്ങി കശ്മീർ വരെ ശങ്കരാചാര്യർ സഞ്ചരിച്ച പാത, അത്തരം ആശയങ്ങളുമൊക്കെ ചേർത്തിട്ട് പുതിയ ദേശീയോദ്ഗ്രഥന പദ്ധതിയായിട്ടത് ശങ്കരാചാര്യരാണല്ലോ ഇന്ത്യക്ക് ഒരു ദേശീയ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്ത ആളെന്ന് കരുതുന്നത്. അപ്പോൾ ശങ്കരാചാര്യരുടെ പാത പോലെ തന്നെ മറ്റ് മഹത്തുക്കളുടെ പാതകളും കാണുമല്ലോ. അങ്ങനെ ഉള്ള ഈ തീർത്ഥാടന സഞ്ചാര പാതകൾ, അതെ അതെ അതെ, അങ്ങനെ ഒരു ആശയം കൂടി ആവിഷ്കരിച്ചാൽ നന്നായിരിക്കും. അത് തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യവുമാണ്. കാരണം അതിനുള്ള ഈ കമ്മ്യൂട്ടേഴ്സ് ഫെസിലിറ്റീസ്, യാത്രാ സൗകര്യങ്ങൾ ചെയ്ത് ട്രെയിൻ മാർഗം, ആകാശമാർഗം, ജലമാർഗമുള്ള ഗതാഗത സൗകര്യങ്ങളോടൊക്കെ ഡെവലപ്പ് ചെയ്ത് അതിനെ കോർത്തിണക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് വലിയ അത്ഭുതകരമായ മാറ്റം ഇന്ത്യയിൽ. അതെ, ഇപ്പം മഹാഭാരതത്തിൽ അർജുനൻ്റെ അശ്വമേധം നടക്കുമ്പോൾ ഈ കുതിരയെ അഴിച്ചു വിടുകയാണല്ലോ, പിന്നെ അത് പോകുന്ന സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനത്തെ പാതകളുമൊക്കെ, അങ്ങനെ പല പാതകളും നമുക്ക് പുരാണങ്ങളിൽ കാണാൻ കഴിയും. ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടൊരു പിന്നെ എൻ്റെ ഒരു നിർദ്ദേശം, ഏതായാലും അത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്, ഒളിമ്പിക്സ് ഇനി ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ ഈ പീരീഡിൽ ഈ 5 വർഷത്തിനുള്ളിൽ സജ്ജമാകണം എന്ന് പറഞ്ഞാൽ അടുത്ത ഒളിമ്പിക്സ് എങ്കിലും ഇവിടെ നടക്കണം. അതോ അത് കഴിഞ്ഞിട്ടുള്ളതോ മോദി ആഗ്രഹിച്ചിട്ടുള്ളതെന്നാണ്. അത് ആ പീരീഡിൽ വരുമോ അദ്ദേഹത്തിൻ്റെ അടുത്ത 2029 മുമ്പ് വരുന്ന ഒരു ഒളിമ്പിക്സിന് ഇന്ത്യ ആതിഥേയത്വം കൊടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ യുവാക്കൾക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഉണർവ്. കായിക വിനോദം എന്ന് പറയുന്നത് അത് യുവാക്കളുടെ ധാരാളം സ്റ്റേഡിയങ്ങൾ വേണമല്ലോ. അത് പലതരത്തിലുള്ള വികസനത്തെയും നമ്മുടെ ഭാവി കായിക അഭിരുചിയെയും വളർത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.